ഹായ് ഹലോ. അപ്പോൾ 7ാം ക്ലാസ്സിലെ യൂണിറ്റ് 3-ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്നാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര, ടു എ ഹോട്ട് സ്പ്രിംഗ് എങ്ങോട്ടുള്ളൊരു യാത്രയാണ്. ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചൂടുള്ള നീരുറവയാണ്. അതായത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ കണ്ടാൽ മനസ്സിലാകും. എന്താണ്? ഭൂമിക്കുള്ളിലെ ചൂട് കൊണ്ട് ചൂടാകുന്ന ഭൂമിയുടെ അടിയിലെ ജലം, ഭൂഗർഭജലം ഭൂമിയുടെ ഉപരിതലത്തേക്ക് ഉയർന്നു വരുന്ന നീരുറവയാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. അതായത് ഭൂമിക്കുള്ളിലെ ചൂട് കൊണ്ട് ഭൂഗർഭജലം ചൂടായിട്ട് അതിൻ്റെ ഉപരിതലത്തേക്ക് ഉയർന്നു വരുന്ന നീരുവയെ കുറിച്ചിട്ടാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് പോവാം. സമ്മർ വെക്കേഷൻ കെയിം ടു ആൻ എൻഡ്. സമ്മർ വെക്കേഷൻ തീരാറായി. ആൻഡ് ദ ഡേ ഓഫ് ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ഫൈനലി അറൈവ്ഡ്. അപ്പോൾ ആ സമ്മർ വെക്കേഷൻ തീരാറായപ്പോൾ അവർ യാത്ര ചെയ്യാൻ, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ടൂറ് പോകാൻ വേണ്ടിയിട്ട് ഒരു റിസോർട്ടിൽ, ഈ ഹോട്ട് സ്പ്രിങ്ങുള്ള ഒരു റിസോർട്ടിലേക്ക് അവർ യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഫോർ ദ സ്റ്റുഡൻസ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ് അറ്റ് ടോമിയോ. ടോമിയോയിലുള്ള ടോമിയോ എന്ന് പറഞ്ഞ ഒരു സ്കൂളാണ്. ആ സ്കൂളിലുള്ള സ്റ്റുഡൻസിനെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റാണ് ഈ ട്രിപ്പ്. ദ ട്രിപ്പ് വാസ് ടു എ സീസൈഡ് സ്കൂൾ അറ്റ് എ പ്ലേസ് കോൾഡ് ടോയോ ഓൺ ദ ഇസു പെനിസുല ഇൻ ഷിസോക്ക. എന്താണ് ഈ ട്രിപ്പ് എവിടേക്കാണ് പോകുന്നത്? സമുദ്രത്തിൻ്റെ സൈഡിലുള്ള ഒരു സ്കൂളിലേക്കാണ്. എന്താണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ടോയോ ഓൺ ഇസു പെനിസുല ഇൻ ഷിസോക്ക, അല്ലേ? ജപ്പാനിലുള്ളൊരു സ്ഥലമാണ്. There was a hot spring right in the sea where the children could both swim and take a hot bath. എന്താണ് അവിടെ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട്, കടലുണ്ട്. അവിടെ പോയിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാം? നീന്താം, അതുപോലെ ഹോട്ട് ബാത്ത് ഒക്കെ ചെയ്യാം. ദ ട്രിപ്പ് വുഡ് ലാസ്റ്റ് 3 days and 2 nights. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ലാസ്റ്റ് 3 days-ഉം 2 nights-ഉമാണ്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഫാദർ ഹാഡ് എ വെക്കേഷൻ ഹോം ദർ. അതിൽ യാത്ര ചെയ്യാൻ പോകുന്ന ആ കുട്ടികളുടെ ഒരു കുട്ടിയുടെ ഫാദറിൻ്റെ എന്താണ് അവിടെയുണ്ട് ആ വെക്കേഷന്. അപ്പോൾ വേർ ഓൾ 50 ഓഫ് ദ ടോമിയോ സ്റ്റുഡൻസ് ഫ്രം ദ ഫസ്റ്റ് ഓൺ 6th grades കുഡ് സ്റ്റേ. അപ്പോൾ ആ ഫാദറിൻ്റെ അടുത്താണ് അവിടെ ഒരു വെക്കേഷൻ ഹോം ഉണ്ട്. വെക്കേഷനിൽ എന്താണ് താമസിക്കുന്ന ഒരു ഹോമുണ്ട് ആ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത്. അവിടേക്കാണ് ഈ ടോമിയോ സ്കൂളിലെ സ്റ്റുഡൻസ് ഫസ്റ്റ് ക്ലാസ് മുതൽ 6th ക്ലാസ് വരെയുള്ള കുട്ടികൾ താമസം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹെർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ. അപ്പോൾ നമ്മളെ എന്താണ് ഇതിലെ ക്യാരക്ടർ ആരാണ്? ടോട്ടോ ചാനാണ്. ടോട്ടോ ചാൻ എന്ന് പറഞ്ഞ കുട്ടി എന്താ അറിയില്ല, മദർ അവളെ വിടോ ഇല്ലയെന്നൊന്നും അവൾക്ക് അറിയില്ല, അവളെ അമ്മ അവളെ ടൂറിന് വിടോ എന്നൊന്നും. അങ്ങനെ അവൾ എന്ത് ചെയ്തു? മം മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്. അപ്പോൾ അവൾ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഞാനും പോയിക്കോട്ടെ ട്രിപ്പിന്. ഷീ ആസ്ക്ഡ് ഹെസിറ്റൻ്റ്ലി. പറഞ്ഞാൽ എന്താ? മടിയോട് കൂടി അവൾ ചോദിച്ചു. കാരണം അവളുടെ അമ്മ യാത്ര അയക്കാൻ വിടോ ഇല്ലയെന്നൊന്നും അവൾക്ക് അറിയില്ല. അപ്പോൾ ഒരു മടിയോട് കൂടി അവൾ ചോദിക്കുകയാണ്. ബട്ട് ഹെർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ. പക്ഷെ അവളുടെ അമ്മയ്ക്ക് സ്കൂൾ ഹെഡ് മാസ്റ്റർ ലെറ്റർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആൻഡ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോ ചാൻ ഗോ. അപ്പോൾ അവളെ അമ്മ ആദ്യം വിചാരിച്ചിട്ടുണ്ട് അവളെ വിടണം, ആ യാത്രക്ക് വിടണം എന്ന് അവളെ അമ്മ ആദ്യം ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം അല്ലേ, ടോട്ടോച്ചനും മദറും തമ്മിലുള്ള ഒരു പിക്ചർ കാണാം. ചോദിക്കുന്നതായിരിക്കാം അല്ലേ. ഇനി അടുത്ത ഭാഗം നോക്കാം. Now then said the headmaster when they had all assembled to start the trip. അപ്പോൾ അടുത്തതായിട്ട് ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയാണ്. ടൂറ് പോകുമ്പോൾ നമ്മൾ സ്കൂളിൽ കണ്ടിട്ടില്ലേ, ടീച്ചേഴ്സ് വന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ പറഞ്ഞിട്ടില്ലേ. അതേപോലെ ഈ ട്രിപ്പിനെ കുറിച്ചിട്ട് ഹെഡ് മാസ്റ്റർ പറയാണ്. വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. എന്താ പറയുന്നത്? നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ട്രെയിനിലും ഷിപ്പിലുമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും നഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് പറയാം. ഡു യു അണ്ടർസ്റ്റാൻഡ്? എന്നിട്ട് ചോദിക്കുകയാണ് ഹെഡ് മാസ്റ്റർ, ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ മനസ്സിലായോ? ഓൾ റൈറ്റ് ഓഫ് വി ഗോ.
എല്ലാം സമ്മതിച്ചിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. ദാറ്റ്സ് was the only instructions he gave, yet the children were amazingly well behaved in the train. എന്താണ് ഹെഡ് മാസ്റ്റർ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരൊറ്റ വാക്കിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് അദ്ദേഹം ഒരു കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും ആ കുട്ടികൾ എന്താണ് നല്ല കുട്ടികളായിട്ട് നല്ല ബിഹേവിയറായിട്ട് ആണ് അവർ ട്രെയിനിൽ യാത്ര ചെയ്തത് അല്ലേ. അവർ എന്താ പറയുക എന്താണ് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വെൽ ബിഹേവ്ഡ് ആയിട്ട് ആ ട്രെയിനിലിരുന്നു. നോബഡി റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ കാർസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് ദ ഓൺലി ടോക്കിംഗ് വാസ് ഡൺ ക്വൈറ്റ്ലി എമംഗ് ദോസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അല്ലേ, അവർ ഇരിക്കുമ്പോൾ പോലും അറിയാത്ത ആളുകളായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ തമ്മിൽ എന്താണ് ഫ്രണ്ട്സുകൾ തമ്മിൽ തന്നെ ക്വയറ്റായിട്ട് എന്താണ് ശാന്തമായിട്ട് പതുക്കെയാണ് അവർ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെഡ് മാസ്റ്റർക്ക് അറിയാം അവരെ കുട്ടികൾ നല്ല കുട്ടികളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ് വെൽ ബിഹേവ്ഡ് ആയിട്ടാണ് ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നത്. ഇവിടെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ, ഹെഡ് മാസ്റ്റർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന പിക്ചർ കാണുന്നുണ്ട്. ദ ടോമിയോ പൾപ്പിൾസ് had never been actually told how to behave in public. അത് ടോമിയോ പപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ടോമിയോയിലുള്ള സ്കൂളിലെ കുട്ടികളെയാണ് പറയുന്നത് കേട്ടോ. അവർക്ക് ആക്ച്വലി ടോൾഡ് ഹൗ ടു എങ്ങനെയാണ് പബ്ലിക്കിനായിട്ട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് സംഹൗ ദെയർ സ്കൂൾ ലൈഫ് ഹാഡ് ഇൻസ്റ്റോൾഡ് ഇൻ ടു ദം ദ ബേസിക്സ് ഓഫ് ഡിസൻസി ആൻഡ് ഗുഡ് ബിഹേവിയർ. ഓൾറെഡി അവരെ സ്കൂളിൽ നിന്ന് തന്നെ എന്താണ് പബ്ലിക്കിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഗുഡ് ബിഹേവിയർ അവർ ആ സ്കൂളിൽ നിന്ന് പഠിച്ചിരുന്നു. ദേ നെവർ ബിൽഡ് അതേഴ്സ്, നെവർ ടു അൺറൂളറി ബിഹേവിയർ, പിക്ക്ഡ് അപ്പ് ലിറ്റർ wherever they found it and never anyone or disturbed others. എന്താണ് മറ്റുള്ളവരെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കാനോ മറ്റവരെ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും അവർ നിന്നില്ല. അവർ അതൊക്കെ എന്താണ് എങ്ങനെയാണ് പബ്ലിക്കിനായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് ഓൾറെഡി അവർ പഠിച്ചിരുന്നു. ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടാറ്റു ചാൻ. നമ്മൾ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞത് ഈ ഒരു ക്യാരക്ടറാണ് ടാറ്റു ചാൻ. എന്താണ് സർപ്രൈസ്? ഇൻ ഹെർ ഓൾഡ് സ്കൂൾ, അവൾ പണ്ട് ഈ സ്കൂളിലല്ലായിരുന്നില്ല, വേറൊരു സ്കൂളിലായിരുന്നു. അവിടെ ആയിരിക്കുമ്പോൾ അവൾ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. അവളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് അൺഇമാജിനബിൾ അല്ലേ, അങ്ങനത്തെ വികൃതിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ആദ്യം. ഷീ വുഡ് ഈവൻ ടോക്ക് ടു musicians in the street out of the windows in the middle of class. അവൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പോലും അവൾ ജനലിൻ്റെ അരികിൽ ഇരുന്നിട്ട് പുറത്തുള്ള മ്യൂസിഷ്യൻസിനായിട്ടും സ്ട്രീറ്റിലുള്ള മ്യൂസിഷ്യൻസിനായിട്ടൊക്കെ സംസാരിക്കുകയായിരുന്നു ചെയ്യുന്നത്. അറ്റ് ടോമിയോ ഫ്രം ഹർ ഫസ്റ്റ് ഡേ ഷി വാസ് attentive in class and did her lessons properly. പക്ഷേ ടോമിയോ സ്കൂളിലെത്തിയപ്പോൾ അവളെ ഫസ്റ്റ് ഡേ തന്നെ നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയും ലെസൺസ് എല്ലാം നല്ല മനസ്സിലാക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ ഉള്ള ഒരു മാറ്റമാണ് നമ്മളെ ഈ ക്യാരക്ടറിന് വന്നത് എന്നാണ് പറയുന്നത്. ആദ്യം അവളൊരു വികൃതി കുട്ടിയായിരുന്നു. ടോമിയോ ഈ സ്കൂളിൽ എത്തിയപ്പോൾ അവൾ എന്ത് ചെയ്തു? ഗുഡ് ബിഹേവിയറായി, നല്ല ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. If any of the teachers from her old school saw her now, they would not believe their eyes. അവളുടെ പഴയ സ്കൂളിലെ ടീച്ചേഴ്സ് അവളെ കാണുകയാണെങ്കിൽ അവരുടെ കണ്ണിന് പോലും വിശ്വസിക്കാൻ കഴിയില്ല. ഇത് നമ്മളെ ടോമിയോ കുട്ടിയാണോ, അതായത് ആര് നമ്മളെ ക്യാരക്ടറിൻ്റെ പേരെന്താ, ടോട്ടോച്ചാൻ ആണോ ഇത് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അവർ ഷുവറായിട്ട് പറയും ഇറ്റ്സ് നോട്ട് ടോട്ടോച്ചാൻ, ഇത് നമ്മൾ ടോട്ടോച്ചാൻ അല്ല. they would have said it must be somebody else അല്ലേ. അപ്പോൾ എങ്ങനെയായാലും ഉറപ്പാണ് മറ്റുള്ളവർ കണ്ടാൽ എന്താണ് ആ ടീച്ചേഴ്സ് കണ്ടാൽ ടോട്ടോച്ചാനാണ്, ഇത് പഴയ നമ്മളെ ടോട്ടോച്ചാനാണ് എന്ന് അവരുടെ കണ്ണുകളിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത്രയും വികൃതിയായിട്ടായിരുന്നു ടോട്ടോച്ചാൻ ആദ്യം എന്നാണ് ഇതിലൂടെ പറയുന്നത്. പിന്നീട് നമ്മളെ ഈ ടോമിയോ സ്കൂളിലേക്ക് അതിൽ വന്ന മാറ്റങ്ങളാണ്. അത്രയും വികൃതിയായൊരു കുട്ടി നല്ലൊരു ബിഹേവിയറായി നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്.
At Dumazu, they embarked on a ship that was just like what they had all dreamed about. എന്താണ് അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു ട്രെയിനിലും ഷിപ്പിലും ഒക്കെ പോകണമെന്ന് അല്ലേ. അപ്പോൾ ട്രെയിനിലുള്ള യാത്ര കഴിഞ്ഞ് ഇനി ഷിപ്പിലേക്കാണ് അവർ കയറാൻ പോകുന്നത്. ഇറ്റ് വാസ് ഇൻ എ ബിഗ് ഷിപ്പ്, അത് വലിയൊരു ഷിപ്പൊന്നും അല്ല. ബട്ട് ദേ വർ ഓൾസോ എക്സൈറ്റഡ് ദാറ്റ് ദേ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്. എന്നിരുന്നാൽ പോലും അവർ ഭയങ്കര എക്സൈറ്റഡായി ഓരോ മുക്കിലും മൂലയിലൊക്കെ പോയി നോക്കൽ തുടത്തി. പുള്ളിങ് അറ്റ് ദ പോക്കിങ് ദ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ് അല്ലേ. അവർ ആ ഷിപ്പിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് കയറുമ്പോൾ ഉള്ളൊരു ആകാംക്ഷയില്ലേ, അതുപോലെ അവരെന്ത് ചെയ്തു, ഓരോ മൂലയിലും കോർണറിലൊക്കെ പോയി ഇങ്ങനെ നോക്കി തൊട്ടൊക്കെ ചെയ്ത്. ബട്ട് സൂൺ ദ സീ ബിക്കം റഫ്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ സീ എന്തായി, കടലിൻ്റെ നടുഭാഗത്തിലെത്തിയപ്പോൾ റഫായി തുടങ്ങി. ടോട്ടോച്ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. ടോട്ടോച്ചാൻക്ക് എന്ത് ഫീൽ ചെയ്യാൻ തുടങ്ങി? സിക്ക് അല്ലേ. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം വൊമിറ്റിങ്സ് ഒക്കെ വരും. അപ്പോൾ ഒരു അസുഖമുള്ള പോലെ ടോട്ടോച്ചാൻക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആസ് ഡിഡ് സം അതേഴ്സ്. ടോട്ടോച്ചാൻക്ക് മാത്രമല്ല മറ്റുള്ള കുട്ടികൾക്കും എല്ലാവർക്കും അങ്ങനെ ഒരു സിക്ക് അനുഭവപ്പെട്ടു. വെൻ ദ ഷിപ്പ് റോക്കഡ്. ആ ഷിപ്പ് എന്ത് ചെയ്തു, ഒന്ന് കുലുങ്ങിയപ്പോൾ വൺ ഓഫ് ദ ഓൾഡർ ബോയ്സ് സ്റ്റുഡ് on the ship and ran from one side to the other saying oops അല്ലേ. കടലൊന്ന് എന്താണ് ഷിപ്പൊന്ന് പെട്ടെന്ന് കുലുങ്ങിയപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉരുണ്ടുരുണ്ട് പോയി അല്ലേ. അത് കണ്ടപ്പോൾ എല്ലാവരും ഹൂപ്പ് എന്നാണ്. ഇറ്റ് വാസ് സോ ഫണ്ണി ദാറ്റ് ദ ചിൽഡ്രൻ കുഡ് നോട്ട് ഹെൽപ്പ് ലാഫിങ് ഈവൻ ദോ ദേ ഫെൽറ്റ് സോ സീ സിക്ക് അല്ല. ഈ കടലിൽ യാത്ര ചെയ്യുന്ന അസുഖം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത് കണ്ടപ്പോൾ ഒരു ഫണ്ണി ആയിട്ട് തോന്നുകയും അവരെന്ത് ഉറക്കെ ചിരിക്കുകയുമാണ് ചെയ്തത്. വെൻ ദേ ഡിസംബാർക്ക്ഡ് ദ ഓപ്സ് ബോയ് ബിഗാൻ ടു ഫീൽ സിക്ക് ജസ്റ്റ് വെൻ എവരിവൺ എൽസ് ഹാഡ് റിക്കവേർഡ് ആൻഡ് വാസ് ഫീലിംഗ് ഫൈൻ. അങ്ങനെ എന്താണ് നമ്മളെ കടലിൻ്റെ അപ്പുറം എത്തി അല്ലേ. എത്തിയപ്പോൾ എന്താണ് എല്ലാവരും സിക്ക് മാറിയെങ്കിൽ പോലും ആ ഊഫ് ബോയ് എന്ന് പറയുന്നത് ആരാ, വീണ് ഉണ്ട മറിഞ്ഞ് അപ്പുറത്തേക്ക് പോയ ആ കുട്ടിയില്ലേ, ആ കുട്ടിയാണ് ഇവിടെ ഊഫ് ബോയ് എന്ന് പറഞ്ഞത്. ആ കുട്ടിക്ക് അപ്പോഴാണ് സിക്നെസ് അനുഭവപ്പെട്ടത്. മറ്റുള്ളവർ സിക്നെസ് അനുഭവപ്പെട്ടപ്പോൾ അവർക്ക് എന്താണ് അവനക്ക് സിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും റിക്കവറി ആയി ഓക്കെ ആയി മാറിയപ്പോഴാണ് ആ വീണ് മറിഞ്ഞ ഊഫ് ബോയ്ക്ക് സിക്ക് അനുഭവപ്പെട്ടത്. The spa at Doi was in a quiet, beautiful village on the sea surrounded by wooden hills. അങ്ങനെ അവർ അവിടെ എത്തിയില്ലേ. നല്ല മരങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു വില്ലേജാണ് അവിടെയുള്ളത്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ് ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ഫോർ എ സ്വിം ഇൻ ദ സീ. അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അവസാനം ടീച്ചേഴ്സ് എന്ത് ചെയ്തു, കുട്ടികളെ കൊണ്ട് നീന്താൻ വേണ്ടി സ്വിം ചെയ്യാൻ വേണ്ടി സീയിലെത്തി, കടലിലെത്തി. ഇറ്റ് വാസൻ ലൈക്ക് എ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ. ഇത് സ്കൂളിലെ സ്വിമ്മിംഗ് പൂൾ പോലെയൊന്നുമല്ല. സോ ദേ സ്വിം സ്യൂട്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, സ്വിം സ്യൂട്ടൊക്കെ എടുത്തു. കാരണം എന്താണ്, കടലാണ്, സ്വിമ്മിംഗ് പൂൾ അല്ല അല്ലേ, സേഫ്റ്റി വേണം. അപ്പോൾ അവർ സ്വിം സ്യൂട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ അല്ലേ. മോസ്റ്റ് അൺയൂഷ്വൽ ആയിട്ട് ഹോട്ട് സ്പ്രിങ് എന്ന് പറഞ്ഞത് എന്താണ്, യൂഷ്വൽ അല്ല, അധികം കാണാത്തതാണ് അല്ലേ. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്, സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിങ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. അവിടെ എന്താണ്, ഈ ഭാഗത്താണ് ഹോട്ട് സ്പ്രിങ് എന്ന് പറഞ്ഞിട്ട് ഭാഗം തിരിച്ച് കയറുകൊണ്ട് തിരിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടൊന്നും ഇല്ല. അപ്പോൾ എല്ലാം എന്താ ഒരേപോലെ കിടക്കുകയാണ്. പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇഫ് യു crouched down where you were told the hot spring was, the hot water came up to your neck. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട അവിടെയാണ് എന്തുള്ളത്, ഹോട്ട് സ്പ്രിങ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഹോട്ട് ബാത്തൊക്കെ നടത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ കുട്ടികൾ സീയിൽ കുളിക്കുന്നതും എൻജോയ് ചെയ്യുന്ന പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത ഭാഗം നോക്കാം. It felt lovely, just like being in a hot bath. In those days, the seashore was so deserted. അല്ലേ, അവർ അങ്ങനെ സന്തോഷത്തോടു കൂടി ഈ ഹോട്ട് ബാത്തിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച് അല്ല. അവിടെ വേറെ ആരും ഇല്ല, ഇവർ മാത്രമേ അവിടെ ആസ്വദിച്ച് ടൂറിന് വന്ന് ഈ ഹോട്ട് ബാത്തൊക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ അവരുടെ ഒരു പ്രൈവറ്റ് ബീച്ചാണ് എന്നേ തോന്നുള്ളൂ. വേറെ ആരും പുറത്തുനിന്ന് വേറെ ആരില്ല, ഈ കുട്ടികളും ഈ ടീച്ചേഴ്സും മാത്രമേ ഉള്ളൂ. ദ ചിൽഡ്രൻ റിവീൽ ഇൻ ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിങ്
സീ ബാത്തിങ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ ഹോട്ട് സ്പ്രിംഗ് ബാത്തൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ട് ആസ്വദിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. When they got back to the house in the evening after staying in the water so long, their fingers were a mass of brickless. എന്താണ്, അങ്ങനെ അവർ കുറേ നേരം ഈ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ ഈവനിങ് ആഫ്റ്റർ സ്റ്റേയിങ് അവർ താമസിക്കുന്ന ആ റൂമിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെ കൈയൊക്കെ കുറേ നേരം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടാൽ എന്താവും, ഒരു ചുളുക്കുണ്ടാവില്ല, ആ ചുളുങ്ങിയ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈച്ച് നൈറ്റ് വൺസ് ദേ വർ tucked into their quilts, the children took turns telling ghost stories. അങ്ങനെ ഓരോ രാത്രിയിലും അവരെന്ത് ചെയ്യും, എല്ലാവരും കൂടി ഇരുന്നിട്ട് പ്രേതകഥകളും ഒക്കെ പറഞ്ഞിരിക്കും. ടോട്ടോച്ചാൻ ആൻഡ് ദ അതർ, എന്നിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ എന്താണ് മൂടി പൊതച്ച് കിടന്നുറങ്ങുകയും എന്താണ് ഈ പ്രേതത്തിൻ്റെ ഗോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ടാണ് അവർ ഉറങ്ങാൻ കിടക്കാറ്. ടോട്ടോച്ചാൻ ആൻഡ് ദ അതർ ഫസ്റ്റ് ഗാർഡേഴ്സ് ഗോ സോ ഫ്രൈറ്റൻഡ് ദാറ്റ് ദേ ക്രൈഡ്. അപ്പോൾ നമ്മളെ ടോട്ടോച്ചാനും കുറച്ച് കുട്ടികളൊക്കെ ഇത് കേട്ടിട്ട് കരയാറുണ്ട്. ബട്ട് ഇൻ ദ സ്പൈറ്റ് ഓഫ് ദെയർ ടിയേഴ്സ്, അങ്ങനെ കരയാണെങ്കിൽ പോലും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ പോലും ദേ വുഡ് ആസ്ക് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്. എന്ന് കരയാണെങ്കിൽ പോലും അവർ ചോദിക്കും, എന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വീണ്ടും ആ കഥ പറയാൻ വേണ്ടിയിട്ട് ആൻസൈറ്റി അല്ലേ, ബാക്കി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും എന്നാണ് പറയുന്നത്. Unlike camping inside the school and the brewery, thus the 3 days staying at Toyo's Spa was real life experience. എന്നും നമ്മൾ സ്കൂളിൽ എക്സാമും ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 3 ഡേ സ്റ്റേ ചെയ്തത് അല്ലേ. There was a forest full of cicadas and a shop where you could buy പോപ്സിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഐസാട്ടോ, നമ്മൾ കഴിക്കുന്ന ഐസിൽ. സിസിഡാസ് എന്ന് പറഞ്ഞാൽ ചെറു പ്രാണികളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഒരു കാട്ടിലൂടെ ഇവർക്ക് പോകണം, എന്താണ് ഫോറസ്റ്റിൽ ഫുള്ള് ഈ സിസിഡാസ് എന്ന് പറഞ്ഞാൽ ചെറു പ്രാണികളായിരുന്നു. അവരങ്ങനെ എന്ത് ചെയ്തു, ഒരു ഷോപ്പിൽ, ആ കാട്ടിലൂടെ ഒരു ഷോപ്പിലേക്ക് പോയി പോപ്സിക്കിൾസൊക്കെ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. പോപ്സിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഐസ്. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട് ഓൾ ബൈ ഹിംസെൽഫ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരാളെ കണ്ടു, എങ്ങനെയുള്ള ഒരു ബീച്ച് സൈഡിൽ ബീച്ച് ബോട്ട് ഉണ്ടാക്കുന്ന, മരങ്ങൾ കൊണ്ട് ബോട്ട് ഉണ്ടാക്കുന്ന ഒരാളെ അടുത്തെത്തി. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്പ്ഡ്. അത് ഓൾറെഡി ഒരു ബോട്ട് ഷേപ്പ് ആയിട്ടുണ്ട്. The first thing each morning they did was to run down to the beach to see how much more they had done. ഓരോ രാവിലെയും ഫസ്റ്റ് മോർണിംഗിൽ തന്നെ അവരിങ്ങനെ ഓടിപ്പോയി നോക്കും, ഇന്ന് എവിടം വരെ എത്തി ബോട്ട് ഉണ്ടാക്കൽ, ഇന്ന് എവിടം വരെ എത്തി എന്നുള്ളത് അവർ പോയി നോക്കും. The man gave Toto-chan a very long and curly wood shaving. അയാൾ എന്ത് ചെയ്തു, ഈ മരങ്ങൾ ഇങ്ങനെ ചെത്തുമ്പോഴുള്ള ആ മരത്തിൻ്റെ ചീളുകളില്ലേ, മരത്തിൻ്റെ ആ ചീളുകൾ കേളി ഷേപ്പിലൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു വലിയ ഒന്ന് ടോട്ടോച്ചാൻക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ പിക്ചർ കണ്ടോ, ആ ബോട്ട്മാനും കുട്ടികളും കൂടിയുള്ള പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. How about a souvenir photographs? സൗവിനിയർ എന്ന് പറഞ്ഞാൽ എന്താ, മെമ്മറി അല്ലേ. സൗവിനിയർ ഫോട്ടോ. അപ്പോൾ ചോദിക്കാൻ, നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ, ഒരു മെമ്മറി നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ഫോട്ടോ എടുത്താലോ. ആസ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ വർ ടു ലീവ്. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ എന്ത് ചോദിച്ചു, ഹെഡ് മാസ്റ്റർ ചോദിച്ചു. ദേ ഹാഡ് നെവർ ഹാഡ് എ ഫോട്ടോഗ്രാഫ് ടേക്കൺ ഓഫ് ഓൾ ഓഫ് ദം ടുഗദർ ആൻഡ് ദ ചിൽഡ്രൻ വെർ എക്സൈറ്റഡ് അറ്റ് ദ ഐഡിയ. അപ്പോൾ ഇതുവരെ അങ്ങനെ എല്ലാവരും കൂടി ഉള്ളൊരു ഫോട്ടോ ഒന്നും അവരുടെ കയ്യിലില്ല. അപ്പോൾ അതൊരു എക്സൈറ്റഡ്, ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഐഡിയ ആയിട്ട് അവർക്ക് തോന്നി. നോ സൂണർ വാസ് ദ ഹെഡ് മാസ്റ്റർ റെഡി വിത്ത് ഹിസ് ക്യാമറ ദാൻ സമൺ ഹാഡ് ഗോൺ ടു ദ ടോയ്ലറ്റ്. അങ്ങനെ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു, ക്യാമറ ഒക്കെ റെഡി ആയിരിക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ടോയ്ലറ്റിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. ദെൻ സമൺ എൽസ് ഹാഡ് ഹിസ് ജിം ഷൂസ് ഓൺ ദ റോങ് ഫീറ്റ് ആൻഡ് ഹാഡ് ടു ചേഞ്ച് ദം അറൗണ്ട്. അങ്ങനെ ടോയ്ലറ്റ് പോയി വന്ന ആൾ വന്നപ്പോഴേക്കും അടുത്ത ആൾ, ഞാൻ ഷൂ ഇട്ടത് തിരിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് അത് ശരിയാക്കാൻ വേണ്ടി അടുത്ത ആൾ പോയി. വെൻ ഹി ഫൈനലി സെഡ് ഈസ് എവരി വൺ റെഡി. അങ്ങനെ ഹെഡ് മാസ്റ്റർ അവസാനം ചോദിച്ചു, റെഡി ആയോ എല്ലാവരും? 1 or 2 of children were lying on the ground. അപ്പോഴാണ് ഹെഡ് മാസ്റ്റർ കണ്ടത് 2 കുട്ടികൾ എന്തായത് ഗ്രൗണ്ടിൽ കളിച്ച് ക്ഷീണിച്ച് കിടക്കുന്നത്. They had become tired of holding their poses so long.
ഇങ്ങനെ എല്ലാവരും വിളിച്ച് റെഡി ആയപ്പോഴേക്കും അവിടെ പോസ് ചെയ്തിരിക്കുന്ന കുട്ടികളൊക്കെ ടയേർഡായി. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവരിവൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. ഒരു വലിയ പ്രോബ്ലം ആയിട്ട് എല്ലാവരും ഒരുമിച്ച് വന്ന് റെഡി ആയിട്ട് ഈ ഫോട്ടോ എടുക്കുക എന്നുള്ള ഒരു ബിഗ് പ്രോബ്ലം ആയിട്ട് അവർക്ക് തോന്നി. ദ ഹോൾ പ്രോസസ് ടുക്ക് വെരി ലോങ് ടൈം. ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തു. But that photograph with the sea in the background and each child posing according to his or her fancy. പക്ഷെ ആ ഒരു ഫോട്ടോഗ്രാഫ്, ആ ഒരു ചിത്രം, ബാക്ക്ഗ്രൗണ്ടിൽ സീയുള്ള ആ ചിത്രം അവർ എന്നും ഒരു ഫാൻസി ആയിരിക്കും അല്ലേ. ബിക്കം എ ട്രഷറർ പൊസിഷൻസ് ഓഫ് ഈച്ച് ഓഫ് ദം. വൺ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലോട്ട് ബാക്ക്. ടോട്ടോച്ചാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. എന്താണ് പറഞ്ഞത്? അതിൽ എല്ലാ കുട്ടികളുടെയും ഒരു ഓർമ്മയായിട്ട്, ഒരു ഭയങ്കര ഒരു ഫാൻസി ആയിട്ടുള്ളൊരു മെമ്മറി, ഓർമ്മയായിട്ട് മാറും. ടോട്ടോച്ചാനാണെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സമ്മർ വെക്കേഷനായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ടും വരാം.